വിവിധ ജില്ലകളിലെ ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കർണാടക ഗുഡിനെബെള്ളിയിലെ റഫീഖ് എന്ന മുഹമ്മദ് റഫീഖിനെയാണ് കാസർഗോഡ് ബദിയടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തത്. നീർച്ചാൽ മാന്യ അയ്യപ്പ ക്ഷേത്രത്തിലെ കവർച്ചാ കേസിലാണ് അറസ്റ്റ്. തൃശൂർ ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. അളഗപ്പനഗർ വെണ്ടോർ സ്വദേശികളായ വികാസ്, രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊല്ലം ചാത്തന്നൂർ മൈലാപ്പൂരിൽ 2 കിലോ കഞ്ചാവുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. തഴുത്തല സ്വദേശികളായ നിഷാദ്, അനസ് മുബാറക് എന്നിവരാണ് പിടിയിലായത്. കാസർഗോഡ് തലപ്പാടിയിൽ കാറിൽ MDMA കടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. അറസ്റ്റിലായത് മൊഗ്ര പുത്തൂർ സ്വദേശി മുഹമ്മദ് അഷ്റഫ്. തൃശൂർ ചാലക്കുടി DF ഓഫീസിലേക്ക് CITU മാർച്ച് നടത്തി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തോട്ടം വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്ന ആവശ്യമുയർത്തിയായിരുന്നു മാർച്ച്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ദേവഗിരി സാവിയോ HSS NSS യൂണിറ്റിന് കോർപ്പറേഷന്റെ അഭിനന്ദനം. 2024 സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള അവാർഡ് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് കൈമാറി. കോർപ്പറേഷന്റെ വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. ആയിരങ്ങൾ സാക്ഷിയായി ആലപ്പുഴ ചെങ്ങന്നൂർ തൃപ്പുലിയൂർ പൂരം വർണ്ണവിസ്മയമായി നടന്നു. ഗജരാജൻ, പാമ്പാടി രാജൻ, പുലിയൂർ തേവരുടെ തിടമ്പേറ്റി. അത്തല്ലൂർ ശിവദാസനും കലാകാരന്മാരും അണിനിരന്ന പഞ്ചാരിമേളവും പൂരത്തിന് കൊഴുപ്പേകി.